എന്തെല്ലാം കാര്യങ്ങൾ അവർക്ക് ചെയ്യാനുള്ളത്. അവർക്ക് ഒരുപാട് കാര്യം ചെയ്യാനുണ്ടല്ലോ. അപ്പോൾ അവരുടെ BJP പ്രസിഡന്റ് തിരിച്ചു വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ മുമ്പിലുള്ള പ്രശ്നങ്ങൾ എന്തെല്ലാമാണ്. കൊടി തൊട്ട് ബാനർ തൊട്ട് മതിലെഴുത്ത് തൊട്ടുള്ള എന്തെല്ലാം കാര്യങ്ങൾ അവർ ചെക്ക് ചെയ്യാനുള്ള ഒരു സ്ഥിതിയിലാണ് അവർ ഇരിക്കുന്നത്. നമ്മളവരെ കളിയാക്കി പറയുമൊന്നുമില്ല. പക്ഷേ അവർ ഞങ്ങളുടെ ഗവൺമെൻറ് വന്നതിൻ്റെ പിറ്റേ ദിവസം ഒരു സമരം നടത്തി. എന്താണ്, മറ്റേ മാനിഫെസ്റ്റോയിലെ പരിപാടി പ്രഖ്യാപിച്ചില്ലെന്ന്. അന്ന് ഞാൻ തലയിൽ കൈവച്ചു. ഏത് ഗവൺമെൻറ് സത്യപ്രതിജ്ഞ ചെയ്യുന്നതിൻ്റെ പിറ്റേ ദിവസം സമരം നടത്തിയ ആളുകളാണ്. അവർക്ക് അതിനുള്ള അവകാശമുണ്ട്. ഞങ്ങൾ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ അവർക്ക് അതിനുള്ള അവകാശമുണ്ട്. ഞങ്ങൾ അവരുടെ രീതിയല്ലല്ലോ, ഫാസിസ്റ്റ് രീതിയല്ലല്ലോ. സമരം ചെയ്യാൻ പാടില്ല, ഗവൺമെൻറ്റിനെതിരായി സമരം ചെയ്യാൻ പാടില്ല. ഗവൺമെൻറ്റിനെതിരായി ആര് സമരം ചെയ്താലും ഞങ്ങൾ അവരുമായിട്ട് ചർച്ച നടത്തും. ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ല. ഞങ്ങൾ സമരങ്ങൾക്കൊന്നും എതിരല്ല. ഞങ്ങൾ സമരം ചെയ്തിട്ടുള്ള സംഘടനയാണ്. ഏത് സംഘടന സർക്കാരിനെതിരായിട്ട് സമരം ചെയ്താലും ഞങ്ങൾ അന്വേഷിക്കും. ഞങ്ങൾക്ക് തീർക്കാൻ പറ്റുന്ന വിഷയമാണെങ്കിൽ ഒരു ഈഗോ പ്രശ്നമില്ലാതെ ഞങ്ങൾ സർക്കാരിനെതിരെ സമരം ചെയ്തു അതുകൊണ്ട് ഈ വിഷയം തീർക്കില്ല എന്നുള്ള നിലപാട് ഒരിക്കലും ഉണ്ടാവില്ല. ഇപ്പം തന്നെ ഞാൻ പറഞ്ഞിരിക്കുകയാണ്, സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ വർഷങ്ങളായി സമരം ചെയ്യുന്ന ആളുകളോടൊക്കെ ഒന്ന് സംസാരിക്കണം. ഒന്ന് പ്രാഥമികമായി അതാത് വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ ഒന്ന് സംസാരിക്കണം. എത്രയോ പാവങ്ങളാണ് അവിടെ വന്നിരിക്കുന്നത്. ആര് സമരം ചെയ്താലും സർക്കാരിനൊരു വിരോധമില്ല. ചിലപ്പോൾ ശരിയായ കാര്യത്തിനായിരിക്കും സമരം ചെയ്യണം, സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടാത്തൊരു കാര്യത്തിനായിരിക്കും സമരം ചെയ്യണം. ചിലപ്പോൾ ഒരുപാട് വർഷങ്ങളായി നിലനിൽക്കുന്ന പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും വരുന്നത്. ഇവിടെ കാണാൻ വരുന്ന ആളുകളുടെ സങ്കടങ്ങളൊക്കെ ഒരുപാട് സങ്കടങ്ങളാണ് ആളുകൾക്ക്. പല കാരണങ്ങൾ കൊണ്ട് ഉണ്ടായ സങ്കടങ്ങളുണ്ടാവും. അതൊക്കെ അഡ്രസ്സ് ചെയ്യാനുള്ള ഗവൺമെൻറ് ചിലപ്പോൾ നമ്മുടെ ഒരു ഇടപെടൽ കൊണ്ട്, ചിലപ്പോൾ നമ്മുടെ ഒരു ഫോൺ വിളി കൊണ്ട്, ചിലപ്പോൾ ഒരു മീറ്റിംഗ് കൊണ്ട്, ചിലപ്പോൾ ഒരു ഇൻ്റർ ഡിപ്പാർട്ട്മെൻറ്റ് മീറ്റിംഗ് കൊണ്ട് പല പ്രശ്നങ്ങളും തീർക്കാൻ പറ്റും. ചില കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടും. ഒരു വിഷയമില്ല, വെറുതെ തീർക്കാവുന്ന വിഷയമാണ്. അത് തീർത്തിട്ടില്ല, പെൻഡിങ്ങാണ്. ഞാൻ കഴിഞ്ഞ ഗവൺമെൻറ്റെ കുറ്റപ്പെടുത്തിയെന്നല്ല പറഞ്ഞത്. അങ്ങനത്തെ പല വിഷയമുണ്ട്. അപ്പോൾ ഏത് സമരത്തിന്, ഒരു സമരത്തിനെതിരായ നിലപാടില്ല. ഫാസിസ്റ്റ് ജനാധിപത്യ രീതിയിൽ അതിനോട് പ്രതികരിക്കും. അവരിനി ഞങ്ങളെക്കുറിച്ച് മോശമായി സംസാരിച്ചു, വളരെ മോശമായി, ഇപ്പം എന്നെപ്പറ്റിയൊക്കെ എന്തൊക്കെ പറയണം സംസാരിച്ചു. അതുകൊണ്ട് അവരുമായിട്ട് ചർച്ച ചെയ്യില്ല എന്നുള്ള ഒരു നിലപാടുമില്ല. അവരെല്ലാം വിളിച്ച് ചർച്ച ചെയ്യും, ആര് വന്നാലും ചർച്ച ചെയ്യും. ഇതാണ് ആറ്റിറ്റ്യൂഡ്. നിങ്ങൾക്ക് പരാതി ഉണ്ടെങ്കിൽ നിങ്ങളുടെ പരാതിയും കേൾക്കും. ദേ ഹാവ് ദെയർ ഓൺ റൈറ്റ് ടു മേക്ക് എ പ്രൊട്ടസ്റ്റ് അഗെയിൻസ്റ്റ് അസ്. We are not a fascist party. We are not opposing any strike, any agitation, anything. They have their own right. Let them conduct the strike. The people know why the Congress party conducted an agitation yesterday. We have already started. We have been agitating for a long time for the resignation of the concerned minister. Already we have been in the agitation. It is continuing. What happened yesterday and day before yesterday, entire people, they are understanding what is happening there. There is a protest among the people also. If the BJP is conducting a yatra to KPCC office, the KPCC president is the responsible person for the students committed suicide. Let them conduct.